കല്യാണി പ്രിയദർശൻ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ലോക ചാപ്റ്റർ 1 ചന്ദ്രയെ പ്രശംസിച്ച് കത്തനാർ. തിരക്കഥാകൃത്ത് ആർ രാമാനന്ദ്. ലോകയെ അതിഗംഭീര സിനിമയെന്ന് രാമാനന്ദ് വിശേഷിപ്പിച്ചു. പുരാവൃത്തങ്ങളെ ആധുനിക കാലത്തിന്റെ ഭാവുകത്വങ്ങളുമായി സമന്വയിപ്പിച്ച് അവതരിപ്പിക്കുക എന്നത് പ്രതിഭയുടെ പ്രകടനമാണെന്നും രാമാനന്ദ് അഭിപ്രായപ്പെട്ടു. നീലി ഇങ്ങനെയായിരുന്നു എന്നോ അല്ല എന്നോ ആ സങ്കല്പത്തെ വക്രമാക്കാത്തിടത്തോളം കാലം പറയുക സാധ്യമല്ല. ചാത്തനെ ഒരു ഫൺ ചാപ്പ് ആക്കി അവതരിപ്പിച്ചത് നന്നായിട്ടുണ്ട്. നർമ്മം ഇഷ്ടപ്പെടുന്നവരാണ് ദൈവങ്ങളെല്ലാം. അദ്യണമെങ്കിൽ ഒരു തവണ തെയ്യം കെട്ടുമ്പോൾ അടുത്ത് ചെന്ന് വാക്കെണ്ണുന്നത് കേൾക്കണം, രാമാനന്ദ് ഫേസ്ബുക്കിൽ കുറിച്ചു. മൊത്തത്തിൽ ഒരു ഹോളിവുഡ് കളർ ഗ്രേഡിംഗ്, എഡിറ്റിംഗ്, സിനിമയുടെ ടെമ്പോ എല്ലാം നിലനിർത്തിയിട്ടുണ്ട്. ഒരു വാമ്പയർ സ്റ്റോറിയിൽ മണ്ണിന്റെ മണമുള്ള കഥാപാത്രങ്ങൾ ചേരുമ്പോൾ ആസ്വാദ്യത വളരെ വർദ്ധിക്കുന്നു. എത്ര കൊഴിച്ചാലും എത്ര കോരിയാലും വറ്റാത്ത പുരാവൃത്തങ്ങളുടെ ഒരു അമൃത കിണർ നമ്മുടെ നാട്ടിലുമുണ്ട്. ശേഷം മൈക്കിൾ ഫാത്തിമ മുതൽ ഞാൻ കല്യാണിയുടെ ഫാനാണ്. ഒരു ന്യൂ ഏജ് ഫാൻസി പുള്ള് ചെയ്യാൻ കെൽപ്പുള്ള താരശരീരവും പ്രതിഭയും തീർച്ചയായും കല്യാണിയിലുണ്ട്. ലോക ടീം തീർച്ചയായും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. ലോക യിലൂടെ അവർ ഉദ്ദേശിക്കുന്ന ഒരു ലോകം നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇനി ആ ലോകത്തെ ഭാവാത്മകമായി വികസിപ്പിച്ചാൽ മാത്രം മതി, രാമാനന്ദ് കൂട്ടിച്ചേർത്തു. ഒപ്പം, ഞങ്ങളുടെ കത്തനാർ ഇങ്ങനെയാണോ? ഇങ്ങനെയല്ലേ? ആ സിനിമയിൽ നീലിയുണ്ടോ? ഇല്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സിനിമ ഇറങ്ങുന്നത് വരെ സുഖമുള്ള കാത്തിരിപ്പായി തുടരട്ടെ ആശംസിക്കുന്നു. അറിയാം, കാത്തിരിപ്പ് കുറച്ച് നീണ്ടുപോയി എന്ന്. എങ്കിലും കാത്തിരിപ്പിന് ഒരു സുഖമുണ്ടല്ലോ. ഞാനും നിങ്ങൾക്കൊപ്പം ആ സുഖം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്, രാമാനന്ദ് കുറിച്ചു. ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് നടൻ ജയസൂര്യയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കി. മലയാള സിനിമയെ മറ്റൊരു തലത്തിലെത്തിക്കുന്ന ചിത്രമായിരിക്കും കത്തനാർ എന്നാണ് അണിയറ പ്രവർത്തകരുടെ പ്രതീക്ഷ. വിർച്വൽ പ്രൊഡക്ഷൻ ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ചാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്.